അങ്ങനെ 2025 ദേ ഇന്നത്തോടെ കഴിയാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ക്ലിനിക്കിലേക്ക് പോവാണ്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുക. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ വിചാരിച്ചതാണ് ചെയ്യണമെന്ന്, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ഡിസംബർ 31 അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്ലാനിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മോളുവിനെ അംഗനവാടിയിൽ പോയി കൂട്ടി, നല്ല ഉറക്കമായിരുന്നു അവൾ. അപ്പോൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ കറിയൊക്കെ ഡ്രസ്സിലൊക്കെ അതിൻ്റെ സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അവളെയും പിന്നെ കുഞ്ഞിച്ചെറുക്കനെയും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലാക്കിയിട്ട് നേരെ ക്ലിനിക്കിൽ പോവാണ്. കാരണം ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിൻ്റ് എടുക്കണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും ചായൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാനത് പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് കെട്ടിയോനിക്ക്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും അതൊരു മിറാക്കിളൊന്നും അല്ല കേട്ടോ. നമ്മളതിങ്ങനെ കണ്ട് നമ്മളതിലിങ്ങനെ മോട്ടിവേഷനിൽ നമ്മൾ ഓരോന്ന് ചെയ്യും, അതാണ് ശരിക്കും അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചതിനെ കൊണ്ട് നമുക്കിങ്ങനെ മിറാക്കിളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നടക്കുന്ന നമുക്ക് ഒരു ഏകദേശം തോന്നലുള്ള കാര്യങ്ങളില്ലേ, നമ്മൾ വർക്ക് ചെയ്താൽ നടക്കും തോന്നുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ വേണം നമ്മൾ ഒട്ടിച്ച് സൂക്ഷിച്ചൊക്കെ വെക്കാനായിട്ട്. അപ്പം ഞാനിത് ഡയറിയിലാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ നാൾ ഇരിക്കുന്നില്ല. ഡയറി ആകുമ്പോൾ നമ്മൾ എന്തായാലും വർഷം മുഴുവൻ യൂസ് ചെയ്യുന്നില്ലേ, എപ്പോഴും തുറക്കുകയും പൂട്ടുകയും ചെയ്യുമ്പോൾ കാണുകയും ചെയ്യും. അപ്പോൾ ഞാൻ പ്രിൻ്റൊക്കെ എടുത്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്തിൽ, പേഴ്സണൽ ലൈഫിൽ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു 10-15 ലിസ്റ്റ് എന്തൊക്കെയാണോ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ അത് മാത്രം നമ്മൾ ഒരു പിൻട്രസ്റ്റിൽ എവിടെയെങ്കിലും പോയിട്ട് നല്ല ഫോട്ടോസ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡിലായിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വിഷൻ ബോർഡ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആവും ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്ത വർഷം ആവാനാകുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഇത് ചെയ്യാത്തവർ ആരുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ന്യൂ ഇയറിൽ കാണാം. ബൈ.